പാലക്കാട് നിപ്പ ബാധിച്ച് 57-കാരൻ മരിച്ച സാഹചര്യത്തിൽ മണ്ണാർക്കാടും കുമരംപുത്തൂരും കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു. മണ്ണാർക്കാട് ചങ്ങലേരി സ്വദേശിയായ 57-കാരൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 47 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. അതേസമയം രോഗലക്ഷണങ്ങളോടെ ഒരാൾ കൂടി പാലക്കാട് ഐസൊലേഷനിൽ ചികിത്സയിലാണ്. ഇന്നലെയാണ് പനി ബാധിച്ച് 57-കാരൻ മരിച്ചത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, അതായത് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തന്നെ 6 വടക്കൻ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് പാലക്കാടാണ്. കാരണം കണ്ടെയ്ൻമെൻറ്റ് സോണുകളുണ്ട്. ഒരാൾ കൂടി നിപ്പ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ നിലയ്ക്ക് പാലക്കാട്ട് കൂടുതൽ ജാഗ്രതയില്ലേ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, പാലക്കാട് ജാഗ്രത തുടരുന്ന ഒരു സ്ഥിതിയാണ്. മണ്ണാർക്കാടും കുമരംപുത്തൂരുമാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് കുമരംപുത്തൂർ പഞ്ചായത്തിലെ 8, 10, 11, 12, 13, 14 വാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ 25, 26, 27, 28 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പ ബാധിച്ച് മരിച്ച ഈ 57-കാരന്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കിയതായിട്ടാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. 46 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. മുഴുവൻ പേരോടും ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. ഇന്നലെയാണ് പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ ചങ്ങലേരി സ്വദേശിക്ക് നിപ്പ ബാധിച്ച് മരിച്ചത്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ആദ്യം മണ്ണാർക്കാട്ടെ ഒരു ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പട്ടമ്പലത്തെ ഒരു ആശുപത്രിയിലും ഇദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നും പനിയൊന്നും കുറയാത്ത സാഹചര്യം ഉണ്ടായതോടുകൂടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ മരിച്ചു. അത് പിന്നീട് ഈ വ്യക്തിക്ക് നിപ്പയാണോ എന്നൊരു സംശയം ഈ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർക്ക് ഉണ്ടായി. ഇതോടെ ശവം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനയിലാണ് ഇദ്ദേഹത്തിന് നിപ്പയാണെന്നുള്ള കാര്യം കണ്ടെത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ സ്രവം തന്നെ പൂനെയിലെ വൈറോളജി ലാബിലേക്കും അയച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ഇതിന്റെ പരിശോധന ഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഇതിനിടെയാണ് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതിന്റെ ഭാഗമായി കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിക്കുകയും നിരവധി വാർഡുകളിൽ കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഏതായാലും പാലക്കാട് തന്നെ ഈ ഇതിനു മുമ്പ് നിപ്പ ബാധിച്ച 38-കാരിയാണെങ്കിൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അവർക്കും ആരോഗ്യനില ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ശരി, പാലക്കാട്ട് അതീവ ജാഗ്രതയാണ്. നിപ്പ ലക്ഷണങ്ങളോടെ ഒരാൾ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യത്തിൽ